അപ്പോൾ വിഷു 1-ാം തീയതി ആണ് പഴയകാല സ്മരണയിലേക്ക് വേണം. അപ്പോൾ വിഷുവിന് പ്രത്യേകമായി പറയുന്നത് വിഷുക്കഞ്ഞി കുടിക്കുകയാണ്. വിഷുവിന് കഞ്ഞിയാണ് പ്രാധാന്യം. അപ്പോൾ വിഷുക്കഞ്ഞി കുടിക്കണം. അതിന് ആദ്യം വേണ്ട ഒരു വാളിൻ്റെ പോള വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണം. ഒരു തട എന്ന് പറയും. ആ തട ഉണ്ടാക്കി അതിൽ വെച്ച് അതിൽ കഞ്ഞിയെടുത്തോളൂ. അതിൽ നടുക്കിലിങ്ങനെ ഇല വെച്ച് ഇതിൽ കഞ്ഞി വിളമ്പണം. കഞ്ഞി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ നാടൻ ഉണങ്ങലരി വേണം. അതിൽ തേങ്ങ ചിരകിയിട്ട് വേണം. ആ കഞ്ഞിയാണ് വിഷുക്കഞ്ഞി. അതിനോട് കൂടിയിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി പഴയ കാല കണക്കിൻ്റെ നല്ല രാവിലെ ഉണ്ടാക്കണം. അത് വെച്ചിട്ട് വേണം കുടിക്കാൻ. അതിനായിട്ട് വിഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പപ്പടമുണ്ട്, ചക്ക പുഴുക്ക് എരിശ്ശേരി, ചക്ക എരിശ്ശേരി ഉണ്ട്, ചക്ക വറുത്തതുണ്ട്, അച്ചാറുണ്ട്, പഴമാങ്ങ കൂട്ടാനുണ്ട്, സാമ്പാറും പേര് വെച്ചിട്ടുണ്ട്, നല്ലൊരു പായസം വെച്ചിട്ടുണ്ട്. ഇതാണ് പഴയ കാലത്ത് ഓർമ്മയിലേക്ക് പോകണം. പഴയ കാലം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഇതുവരെയൊക്കെ മുടങ്ങാതെ എത്തിയിട്ടുണ്ട്. ഇത് എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ പഴയ കാലങ്ങളും ചെറിയ പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. വഴക്കത്തും അതുപോലെ തന്നെ ഇതേമാതിരി ചെറിയ തട വെച്ച് ഭഗവാൻ ഉണമ്പി ഇല വെച്ച് എല്ലാ വിഭവങ്ങളും ഉണമ്പി എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് കഴിക്കണമെങ്കിൽ. അതാണ് വീണ്ടും ഒരു വിഷുക്കാലം. ഓക്കെ, ഒന്നൊരു സോളം.